ഇന്നത്തെ നമ്മുടെ യാത്ര ചെട്ടിക്കാട്ടേക്കാണ്. ഇതോ കാണുന്നതാണ് NH. നമ്മുടെ തൃപ്രാർ കൊടുങ്ങല്ലൂർ NH-ലെ പണി നടക്കുന്നത് ആ NH. അവിടെ ഞാനിത് ബസ് സ്റ്റോപ്പിൽ നിന്ന് ബസ് വെയിറ്റ് ചെയ്തു. കൊടുങ്ങല്ലൂർ സ്റ്റാൻഡിൽ നിന്ന് അവിടുന്ന് മൂത്തക്കുന്നം പറവൂരും അവിടെ നിന്ന് ചെട്ടിക്കാട്ടേക്കാണ്. അങ്ങനെ ഞാൻ ബസ്സിലേക്ക് കയറി. പണിയൊക്കെ നമ്മുടെ നന്നായിട്ട് തകൃതിയായിട്ട് നടക്കുന്നുണ്ട് NH-ലെ. ഈ വരുന്നതാണ് നമ്മുടെ കൊടുങ്ങല്ലൂർ ക്ഷേത്രം കേട്ടോ. നമ്മുടെ ഭരണി നടക്കുന്ന ക്ഷേത്രമല്ലേ കൊടുങ്ങല്ലൂർ, അത് ഈ കാണുന്നതാണ് കേട്ടോ. നമ്മളിത് ചെട്ടിക്കാട്ടേക്കുള്ള റോഡ് തിരിഞ്ഞു കേട്ടോ. അപ്പം തന്നെ അറിയാലോ, അത് നല്ല തിരക്കായി. അവിടെ വണ്ടികളൊക്കെ ഇങ്ങനെ ക്യൂ ആയിട്ട് കിടക്കുന്നുണ്ട്. ചെട്ടിക്കാട് പെരുന്നാളിനുള്ള തിരക്കാണ് കേട്ടോ. ഈ ബസ്സിൽ ഇത്ര അധികം ആൾക്കാരുണ്ടെന്ന് എനിക്ക് ഇറങ്ങിയപ്പോഴാണ് മനസ്സിലായത്. കാരണം എനിക്ക് ഇരിക്കാൻ സീറ്റ് കിട്ടിയില്ല കൊടുങ്ങല്ലൂർ സ്റ്റാൻഡിൽ നിന്ന്. അവിടെ എത്തിയപ്പോൾ മനസ്സിലായി ഇത്ര അധികം തിരക്കുണ്ട്. ഇതിപ്പോൾ ഞാൻ പള്ളിക്കുള്ള വഴിയിലാണ് ഈ കാണുന്നത്. തോടുകളും കാര്യങ്ങളും, വഴിയിൽ കച്ചവടക്കാരൊക്കെ ഉണ്ട്. ചെമ്മീനാണ് സ്പെഷ്യൽ. അങ്ങനെ പള്ളിയിൽ കുറച്ച് നേരം നിന്ന് പ്രാർത്ഥിച്ചു. ഞാൻ പള്ളിയിൽ എത്തിയത് 11:15-നാണ്. പള്ളിയിൽ പ്രാർത്ഥിച്ചതിന് ശേഷം ഞാൻ നേരെ ഭക്ഷണം കഴിക്കാൻ കയറി. കുറേ കഴിഞ്ഞ് നല്ല തിരക്കായിരിക്കും, ഇപ്പോൾ തീരെ തിരക്കില്ല. അങ്ങനെ ഞാൻ ഭക്ഷണത്തിൻ്റെ പ്ലേറ്റൊക്കെ വാങ്ങിച്ചു. ഭക്ഷണം വാങ്ങിച്ച് പന്തലിൽ പോയിരുന്നു ഭക്ഷണം കഴിച്ചു. അതിനുശേഷം പ്രാർത്ഥനകൾ കാര്യങ്ങളൊക്കെ നടത്തി. അങ്ങനെ പ്രാർത്ഥനകളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാനിതേ പുണ്യാളൻ്റെ രൂപം താഴെ എഴുന്നള്ളിച്ച് വെച്ചു. ഞാൻ പള്ളിയിലായിരുന്നു ഇത്ര നേരം. പുണ്യാളൻ്റെ രൂപം പുറത്ത് വന്നപ്പോൾ ഞാൻ പുറത്ത് വന്നു. ഒരു പള്ളിക്ക് ചുറ്റും വരും. ഈ പുണ്യാളൻ്റെ രൂപം പള്ളിക്ക് ചുറ്റും കൊണ്ടുവരും. കുറച്ച് നേരം ഞാൻ ബാൻഡ് സെറ്റ് കേട്ട് നിന്നു കേട്ടോ. അതിനുശേഷം ഞാൻ ഊട്ടിൻ്റെ ക്യൂ ഒന്ന് നോക്കി. ഊട്ടിൻ്റെ ക്യൂ നിൽക്കുന്നത് അങ്ങ് വളഞ്ഞ് റോട്ടിലേക്കാണ്. ഇത് ഭക്ഷണം കഴിക്കുന്ന പന്തലാണ് കേട്ടോ. അവിടെ തിരക്കില്ല നോക്കിയിട്ട് കാര്യമില്ല, പക്ഷേ ക്യൂ നിൽക്കുന്നത് അങ്ങ് റോട്ടിലേക്കാണ്. അത്രയും തിരക്കായിരുന്നു. ഇത് പള്ളിയിലെ ഫ്രണ്ടിലെ വഴിയാണ്, ബാക്കിലേക്കാണ് ക്യൂ വരുന്നത്. ആ ക്യൂ വന്ന് നിൽക്കുന്നത് റോട്ടിലാണ്. അത്രയ്ക്കും തിരക്കായിരുന്നു. അങ്ങനെ ഞാൻ ബസ് സ്റ്റോപ്പിലേക്ക് നടന്നു പോയി. ഇവിടുന്ന് ബസ് സ്റ്റോപ്പിലേക്ക് ദൂരം ഉണ്ടല്ലോ, നടന്നു പോയി. ബസ് വന്നില്ലെന്നേ, കുറേ നേരം ഒന്നും ബസ് വന്നില്ല. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ പിടിച്ച് ഓട്ടോ പിടിച്ചു. ഞാൻ നേരെ KSRTC, അത് ഇറങ്ങി വഴിക്കാനെ KSRTC കിട്ടി. KSRTC കയറി. ചാടി പിടിച്ച് കയറിയിരുന്നത് കണ്ടക്ടർ സീറ്റിലായിരുന്നു. പിന്നെ നല്ല തിരക്കുള്ളായിരുന്നു. ആളൊന്നും പറഞ്ഞില്ല, അല്ലെങ്കിൽ പറയില്ലായിരിക്കില്ല. കൊടുങ്ങല്ലൂർ സ്റ്റാൻഡിൽ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ഞാൻ ഗുരുവായൂർ വണ്ടിയിലാണ് കയറി കേട്ടോ. വണ്ടി കയറിയപ്പോൾ നല്ല ട്രാഫിക്കായിരുന്നു. അവിടെ നിന്ന് എനിക്ക് കൊടുങ്ങല്ലൂർ പോയപ്പോൾ ഒത്തിരി ദൂരം തോന്നിച്ചു. ഇവിടുന്ന് പക്ഷേ അവിടേക്ക് പോകുമ്പോൾ അത്ര ദൂരം തോന്നിച്ചില്ല. ഇടമുട്ടത്താണ് എനിക്ക് ഇറങ്ങേണ്ടത്, അത്ര ദൂരം തോന്നിച്ചില്ല. കാരണം വണ്ടി നിലം തൊട്ടിട്ടില്ല. ഒന്നാമത്തെ കാരണം നല്ല ട്രാഫിക് ഉണ്ട്. ട്രാഫിക് എന്ന് പറയാൻ പറ്റത്തില്ല, പണി നടക്കുന്ന കാരണം വൺ വേ ആയിക്കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം, ഇവർക്ക് ടൈം തെറ്റിയതിൻ്റെ പ്രശ്നമുണ്ട്. ഏതൊരു ബസ്സൊക്കെ വെട്ടിച്ച് പോയപ്പോൾ അതിന് പറയാൻ വേണ്ടല്ലോ, ആ മാതിരി പറപ്പിക്കലായിരുന്നു. ഇതിപ്പോൾ ആരെ പറയണം എങ്ങനെ പറയണം എന്നൊന്നും അറിയില്ല, ആ മാതിരി പറപ്പിക്കലാണ്. ഞാൻ വീട്ടിലെത്തുമെന്ന് പോലും ഡൗട്ട് അടിച്ചു പോയി. കാരണം ഏറ്റവും ഫ്രണ്ടിലാണ് ഞാൻ ഇരിക്കുന്നത്. അത് കാരണം എനിക്കിങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റി, അത് വേറെ കാര്യം. ബസ്സൊക്കെ കണ്ട പൊടി പടർത്തി പോകുന്നത് എനിക്കിത് കണ്ടപ്പോൾ പറക്കന്തലൊക്കെ സിനിമയ്ക്ക് ഓർമ്മ വന്നു. പലപ്പോഴും ഞാൻ വിചാരിച്ചു വണ്ടി കൊണ്ട് ഇടിക്കും, അല്ലെങ്കിൽ സിമെൻറ്റ് ബ്ലോക്സ് കുറേ സൈഡിൽ വെച്ചിട്ടുണ്ട് അതും കൊണ്ട് ഇടിക്കും. പക്ഷെ നൈസായിട്ട് ഓടിച്ചോട്ടാ. കാറിനൊക്കെ സിമ്പിളായിട്ടാണ് കേട്ടോ അത് വെട്ടിച്ചെടുക്കുന്നത്. ആ വഴി കൂടെ ഒക്കെ ഇങ്ങനെ ബസ് ഇങ്ങനെ വെട്ടിച്ചെടുക്കുന്നതെന്ന് എനിക്ക് തന്നെ അത്ഭുതപ്പെട്ടു പോയി. പിന്നെ ആ ഡ്രൈവർക്ക് നന്ദിയുടെ ഒരു പൂച്ചെണ്ടുകൾ ഞാൻ മനസ്സിലർപ്പിച്ച് അങ്ങോട്ട് ഇറങ്ങി. പിന്നെ അതേ എൻ്റെ വണ്ടി ഇരിക്കുന്നു. ഞാൻ വീട്ടിലേക്ക് യാത്രയായി. സന്തോഷം വീട്ടിലെത്തിയതിനും. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.